നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മമ്മയും ഷാരിയാന്റിയൊക്കെ കാണിച്ചു തരാന്നുള്ള വാക്ക് പാലിച്ചില്ലേ അമ്മ? അതുപോലൊരു ദിവസം അച്ഛനെയും കാണിച്ചു തരാം. ഒരു ദിവസം എന്നിട്ട് നമ്മൾ അച്ഛനൊപ്പം താമസിക്കോ? പറയമ്മേ, താമസിക്കോ? പറയമ്മേ. മോളെ, അതൊക്കെ അപ്പോഴല്ലേ. താമസിക്കണമെന്നില്ല അമ്മേ, എന്നാലും മോളുടെ ഒരു സമാധാനത്തിന് താമസിക്കുമെന്ന് പറയമ്മേ. നമുക്ക് താമസിക്കാം. എന്നാ മോൾ ഉറങ്ങിക്കോട്ടെ. അമ്മ പാട്ട് പാടിത്തരണോ? വേണ്ട. കഥ കേൾക്കണോ? വേണ്ട. സ്വപ്നത്തിലേ ഞാൻ അച്ഛനെ ഒന്ന് കാണാൻ പറ്റുമോ നോക്കട്ടെ. ശരി, എന്നാ മോൾ ഉറങ്ങിക്കോ. ഉറങ്ങിയോ? അവള് കണ്ണടച്ച ഉടനെ ഉറങ്ങും. അച്ഛനെ സ്വപ്നം കാണുമെന്ന് പ്രതീക്ഷയുള്ള ഉറക്കം അല്ലേ? അമ്മ കേട്ടു അല്ലേ? ഇതൊക്കെ പതിവുള്ളതാ. മോളെ, നിനക്കൊന്ന് കാണണ്ടേ? വേണ്ടമ്മേ, കൺവെട്ടത്ത് നിന്ന് മാറി നിൽക്കാൻ തന്നെയായിരുന്നു തീരുമാനം. പക്ഷേ വിധി വീണ്ടും വലിച്ചിങ്ങോട്ടടുപ്പിച്ചു. ഒറീസയിലും പഞ്ചാബിലും ഒക്കെ പോസ്റ്റിംഗ് ചോദിച്ചു വാങ്ങിച്ചത് ഞാൻ തന്നെയായിരുന്നു. പറ്റുന്നത്ര ദൂരത്തേക്ക് പോകണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ മനസ്സിവിടെ നിന്ന് ഒരടി പോലും അകന്നു മാറിയില്ല. ഒടുവിൽ ഇങ്ങോട്ടുള്ള ട്രാൻസ്ഫറും എന്റെ അപേക്ഷ പ്രകാരം. ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ വിഷ്ണുവേട്ടനെയും സത്യാമ്മയൊക്കെ ഒരു മുൾച്ചെടി പോലെ ഞെരിച്ചു കൊല്ലുമെന്ന് എനിക്ക് മനസ്സിലായി. കാണണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അതൊക്കെ കുഴപ്പങ്ങൾക്കേ വഴിവെക്കൂ. വിഷ്ണുവേട്ടന് ഒരാപത്തും ഉണ്ടാവരുത്. കാണാൻ മറയത്താണെങ്കിലും കാവലുണ്ടാവും ഞാൻ. ഈ നാട്ടിൽ എവിടെയൊക്കെയോ വിഷ്ണുവേട്ടന്റെ കാൽപ്പാടുകൾ പതിഞ്ഞിട്ടുണ്ട്. വിഷ്ണുവേട്ടൻ ശ്വസിച്ച വായു ആയിരിക്കാം ചിലപ്പോ ഞാനും ശ്വസിക്കുക. വിഷ്ണുവേട്ടനും ഞാനും ഒരേ മഴ നനയുന്നുണ്ട്. അത്രയൊക്കെ മതി അമ്മ എനിക്ക്. അമ്മ കുറച്ചു മുമ്പ് പറഞ്ഞത് ശരിയാ. ആലോചിച്ച് നോക്കിയപ്പോ എനിക്കത് മനസ്സിലായി. സ്നേഹത്തിനും സാന്ത്വനത്തിനും ഒരാശ്വസിപ്പിക്കലിനും ഒക്കെ വേണ്ടി ദാഹിച്ചിരുന്ന, അതിനുവേണ്ടി വാശിയും ശാഠ്യവും കാട്ടിയിരുന്ന ശാലിനി ഇനി ഉണ്ടാവില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ വിളിച്ചതാ നിത്യേച്ചി. ഒരു ചെറിയ പനി വന്നതിന് ഇനി വിളിച്ചറിയിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടോ? കുറച്ചു മുമ്പ് കൂട്ടുകാരോടും പറയുന്നു കേട്ടു. അതിനെന്താ, പനി ഇങ്ങനെ രഹസ്യമാക്കി വെക്കേണ്ട കാര്യമാണോ? സ്നേഹമുള്ളവരോട് പറയില്ലേ? ആ ശരിയെന്നാ പോവാം. ഏട്ടനൊരു മര്യാദയില്ലേ? നിത്യേച്ചി എത്ര ദൂരത്തുനിന്ന് വന്നതാ? എന്തെങ്കിലും ഒന്ന് ചോദിച്ചൂടെ? ഞാൻ വേണമെങ്കിൽ ആ റിസപ്ഷനിൽ പോയി നിൽക്കാം. രണ്ടാൾക്ക് സംസാരിക്കണമെങ്കിൽ സംസാരിച്ചു. എനിക്കൊന്നും സംസാരിക്കാനില്ല. അപ്പൊ പിന്നെ ഏട്ടനൊന്നും കാണില്ലല്ലോ. ഏട്ടാ, നമുക്ക് നിത്യേച്ചിക്ക് ഒരു കോഫി വാങ്ങിച്ചു കൊടുത്താലോ? അയ്യോ വേണ്ട മോളെ. എന്നാ എനിക്ക് കോഫി കുടിക്കണം. കൂടെ വരുന്നതുകൊണ്ട് വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഒന്ന് വിളിക്കേട്ടാ. നിത്യ വരൂ. ഇവിടെ തൊട്ടടുത്തൊരു കോഫി ഷോപ്പ് ഉണ്ട്. വായിച്ചി
ഏട്ടാ നമുക്ക് അവിടെ ഇരിക്കാം. വേണ്ട, നമുക്ക് അവിടെ ഇരിക്കാം. ഇത് എവിടെ ഇരിക്കാം? ഇരിക്കേ. എന്താ വേണ്ടേ സർ? നിത്യേച്ചി എന്തെങ്കിലും കഴിച്ചാലോ? എനിക്കൊന്നും വേണ്ട. എന്നാ എനിക്കും വേണ്ട. 3 കോഫി. ശരി സർ. നിത്യ ഈ കോഫി ഹൗസിലൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ല, വല്ലപ്പോഴും ഒരു ഹോട്ടലിൽ കയറുന്നത് അച്ഛനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുമ്പോഴാ. അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് തിരിച്ചു വരുമ്പോ. അച്ഛനാണെങ്കിൽ ഹോട്ടലിൽ നിന്നൊന്നും കഴിക്കുകയില്ല. അച്ഛന് വീട്ടിലെ ഭക്ഷണം ഇഷ്ടം. എനിക്കും. അപ്പൊ പിന്നെ അമ്മയുടെ സെയിം കക്ഷി തന്നെ. അമ്മയ്ക്കും വലിയ ബുദ്ധിമുട്ടാ പുറമേന്ന് കഴിക്കാനായിട്ട്. പക്ഷെ അച്ഛൻ നേരെ മറിച്ച. അച്ഛൻ വന്ന് ചാടിയാലുണ്ടല്ലോ, അച്ഛൻ തന്നെ നിത്യേന ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെയൊക്കെ പോവും. അവിടെ എന്തൊക്കെയുണ്ടോ അതൊക്കെ മേടിച്ച് കഴിക്കുകയും ചെയ്യും, നമ്മളെ കൊണ്ട് കഴിപ്പിക്കുകയും ചെയ്യും. അല്ലേ ഏട്ടാ? അല്ല, നല്ല ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭക്ഷണം ഉണ്ടാക്കിയും സെർവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവര്. അതൊക്കെ ചുമ്മാതാ. വീട് വിട്ടാ മറ്റൊരു വീട് സ്വന്തം അമ്മ ഉണ്ടാക്കുന്ന പോലെ പരസ്യമൊക്കെ ഉണ്ട്. പക്ഷെ ഫുഡൊക്കെ കണക്കാം. എന്ന് നീയാണോ തീരുമാനിക്കുന്നത്? നീ പുറം ലോകം കണ്ടിട്ടുണ്ടോടി? അതെ, സ്വന്തം പെങ്ങളോട് പുറം ലോകം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത് ആരെങ്കിലും കേട്ട നാണക്കേടാ. സ്വന്തം പെങ്ങളെ പുറം ലോകം കാണിക്കേണ്ടത് ആങ്ങളമാരുടെ ഡ്യൂട്ടിയാ, അല്ലേ നിത്യേച്ചി? ചിലർക്ക് പുറം ലോകം കണ്ടാലും തീരത്തില്ല. അത്തരം ആഗ്രഹമുള്ളവരെ സൂക്ഷിക്കണമെന്നാ പറയാ. എന്നാ ആരാ പറഞ്ഞേ? ഇദ്ദേഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് തട്ടിവിടും കേട്ടോ. നമ്മൾ വിചാരിക്കും പണ്ട് കാലത്തെ മുനിമാരോ ഇപ്പോഴത്തെ ശാസ്ത്രജ്ഞരോ പറഞ്ഞതായിരിക്കും. മുനിയും ശാസ്ത്രജ്ഞനും ഇദ്ദേഹം തന്നെയാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. താനെന്താ മാറി നിൽക്കുന്നേ? ഇനിയും എനിക്കവിടെ പിടിച്ചു നിൽക്കാനാവില്ല സച്ചേട്ടാ. അച്ഛനെ ഇത്ര സന്തോഷത്തിൽ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എല്ലാവരുടെയും ഈ സന്തോഷം കാണാനാവും ഈശ്വരൻ എനിക്ക് ധൈര്യം തന്ന് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത്. ഇന്നത്തെ ദിവസം എനിക്കും സന്ധ്യ ഡോക്ടർക്കും അത്ഭുതം നിറഞ്ഞതായിരുന്നു. ആ അത്ഭുതത്തിൽ നിന്നുകൊണ്ടാ ഇതെല്ലാം ഉണ്ടായത്. ഈ ദിവസം മുതൽ ഇനി ഇങ്ങോട്ട് എന്നും ഈ കുടുംബവും ഞാനും തന്നോട് കടപ്പെട്ടിരിക്കും അർച്ചന. അത്രയും വലിയൊരു കാര്യം ചെയ്തിട്ടാ താൻ എന്റെ മുന്നിൽ ഇപ്പൊ നിൽക്കുന്നേ. ശരിക്കും ഏട്ടൻ എവിടെ ഉണ്ടായിരുന്നേ? എന്ത് ചെയ്യായിരുന്നു? താൻ എങ്ങനെയാ ഏട്ടനുള്ള സ്ഥലം മനസ്സിലാക്കിയേ? ഇത്രയും നാളും തിരികെ വരാൻ കൂട്ടാക്കാതിരുന്ന ഏട്ടൻ എങ്ങനെയാ തന്നോടൊപ്പം ഇപ്പൊ വരാൻ തയ്യാറായത്? ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട് എന്റെ മനസ്സില്. എന്റെ മാത്രമല്ല, ഇവിടെയുള്ള ഓരോരുത്തരുടെയും മനസ്സില്. എനിക്കറിയാം സച്ചേട്ടാ, ഇപ്പോഴുള്ള ഈ സന്തോഷം കെട്ടടങ്ങി കഴിയുമ്പോ ഈ ചോദ്യങ്ങളെല്ലാം ഉയർന്നു വരും. പക്ഷെ നന്ദേട്ടൻ ഇവിടുന്ന് പോയ അന്ന് മുതൽ ഞാൻ ഇന്ന് നന്ദേട്ടനെ കാണുന്നത് വരെയുള്ള ജീവിതം ഈ വീട്ടിലുള്ള ആരും അറിയാൻ ശ്രമിക്കരുത് എന്നൊരു അപേക്ഷയുണ്ട് എനിക്ക്. കാരണം അതത്ര സുഖമുള്ള കാര്യങ്ങളല്ല. ഈ സന്തോഷത്തിൽ അതെല്ലാം എല്ലാവരും മറക്കണമെന്ന എന്റെ അഭിപ്രായം. അതിനർത്ഥം ഞാൻ ഒരിക്കലും സച്ചേട്ടനിൽ നിന്നും ഇതെല്ലാം എന്നേക്കുമായിട്ട് ഒളിച്ചു വെക്കുന്നതെന്നല്ല. പറയാം, ഞാൻ എല്ലാം പറയാം. പക്ഷേ അതിന് എനിക്ക് കുറച്ച് സാവകാശം വേണമെന്ന് മാത്രം. താൻ പറഞ്ഞതുപോലാണെങ്കിൽ ഈ സന്തോഷത്തിലും ആഹ്ലാദത്തിലും
അതൊക്കെ മറക്കുന്നേ നല്ലത്. കാതിന് കേൾക്കാൻ സുഖമില്ലാത്ത വാർത്തകൾ കേട്ട് കണ്ണു നിറയ്ക്കുന്നതിനേക്കാളും നല്ലത് സൗകര്യപൂർവമായി അതങ്ങ് മറക്കുന്നു തന്നെ. ചിലപ്പോ നന്ദേട്ടനും അതിനെക്കുറിച്ച് ആലോചിക്കാനും അതൊന്നും ഓർക്കാനും ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും. തൽക്കാലത്തേക്കെങ്കിലും ഇത്രയും വർഷത്തെ നന്ദേട്ടന്റെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ ശ്രമിക്കരുതെന്ന്. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയത് തിരികെ കിട്ടിയതല്ലേ, അതും എന്റെ കൂടപ്പിറപ്പിന്. അതിന് ഞാൻ തന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുക. ഞാൻ തിരികെ എന്ത് ചെയ്തെന്നല്ല പകരാവുക. അറിയില്ല, അതിനുള്ള അവസരങ്ങൾ വരുമ്പോഴൊക്കെ ഞാൻ പ്രത്യുപകാരം ചെയ്തോളാം. എന്തിന്? എന്റെ അനൂപേട്ടൻ സച്ചേട്ടൻ ആരാണോ അതുപോലെ തന്നെയാ എനിക്ക് നന്ദേട്ടനും. എന്റെ സഹോദരനെ ഞാൻ കണ്ടെത്തി. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും വേണ്ട. ഞാനൊന്നും ആഗ്രഹിക്കുന്നുമില്ല. ഇന്നു മുതൽ ഈ വീട് ശരിക്കും ഒരു വീടാവുക. ഈ വീട്ടിലെ പലരുടെയും മാറ്റം സച്ചേട്ടൻ കാണാൻ പോകുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് സച്ചേട്ടന് മനസ്സിലായില്ല അല്ലേ? കാണാൻ പോകുന്ന പൂരം ഞാനായിട്ട് പറഞ്ഞ് അതിന്റെ രസവും ഭംഗിയും ഒന്നും കളയുന്നില്ല. ഇന്നു മുതൽ അങ്ങോട്ട് ഇനി പൂരമായിരിക്കും ഈ വീട്ടില്. സച്ചേട്ടൻ കണ്ടു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എനിക്കും കൂടി ജ്യൂസ് എടുത്തോ. ജ്യൂസ് ഞാൻ കുടിച്ചിട്ട് നല്ലതാണെന്ന് നോക്കിയിട്ട് കഴിച്ച പോരെ? അത് മതി. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. എന്താ മേ? എന്തുപറ്റി അമ്മേ? അയ്യോ എന്താ അമ്മേ? അമ്മേ അയ്യോ അമ്മേ എന്താ പറ്റിയേ? അമ്മേ എടാ അമ്മേ ഛർദിക്കുന്നുണ്ടല്ലോ. അമ്മേ എന്താ പെട്ടെന്ന് പറ്റിയേ? അയ്യോ, എന്താ ആന്റിക്ക് പറ്റിയേ? നാത്തൂന് ആ ജ്യൂസ് കുടിച്ച ഉടനെ വൊമിറ്റ് ചെയ്തു. ജ്യൂസിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നിരിക്കോ? ജ്യൂസിന് എന്ത് കുഴപ്പം വരാനാ? ജ്യൂസ് ഇപ്പൊ അടിച്ചോണ്ട് വന്നല്ലേ ഉള്ളൂ. അതല്ല, ജ്യൂസിന് തന്നെയാ കുഴപ്പം. ജ്യൂസ് തന്നെയല്ലേ ഇപ്പൊ ഛർദിച്ചത്. ഹോസ്പിറ്റലിൽ കൊണ്ടോ? അയ്യോ എന്റെ മോളെ, ഞാനും ഇത് കുടിക്കാൻ തുടങ്ങിയതാ. കുടിക്കാതിരുന്നത് നന്നായി. ഞാനേ അതിൽ വിഷം ചേർത്തിരുന്നു. എന്റെ അമ്മേ, നീ എന്താ അത് പറയാതെ? അതിനമ്മ ജ്യൂസ് വേണമെന്ന് പറയുന്നു, ഞാനിങ്ങനെ അറിയാനാ? ഷോ ദൈവമേ, ഞാൻ തലതാരിഴയ്ക്ക് രക്ഷപ്പെട്ടത്. അതെ, ഞാൻ ആ ജ്യൂസില് കുപ്പിയിലെ മുഴുവൻ പോയിസണും ചേർത്തു. ഷോ ദൈവമേ, ആന്റി ഇനി രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല.
ഈ കുറ്റത്തിന് ഗംഗയെ മഹിയേട്ടനെ ഇറക്കി വിടുവല്ല. അവള് ജയിലിലാവാനാ പോകുന്നേ. അമ്മ വാ, നമുക്ക് അവരുടെ കൂടെ ഹോസ്പിറ്റലിൽ പോവാം. എല്ലാം ലൈവായിട്ട് കാണണ്ടേ? കാണണം. വാ വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതൊരു മെഡിക്കൽ ലീഗൽ കേസാണ്. മഹി പറയുന്നതനുസരിച്ച് വേണം പോലീസിനെ അറിയിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. ഇതിലിത്ര ആലോചിക്കാൻ എന്താ ഉള്ളത്? ഈ ഗംഗ ഇപ്പൊ തന്നെ പോലീസിൽ ഏൽപ്പിക്കണം മഹി. അതെ, ഇതിലിനി കാര്യമായിട്ട് തെളിയാനൊന്നുമില്ലല്ലോ. ഗംഗ തന്നെ ഉണ്ടാക്കിയ ജ്യൂസല്ലേ ആന്റി കുടിച്ചത്? ആ ജ്യൂസില് ഞാനൊന്നും ചേർത്തിട്ടില്ല. ഇത് മറ്റെന്തോ സംഭവിച്ചതാ. ഞാൻ എന്തിനാ മഹിയേട്ടന്റെ അമ്മ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? ആർക്കും ഒരു ദ്രോഹം ചെയ്യാതല്ലേ ഞാൻ ഇവിടെ ജീവിക്കുന്നത്. നീ ആർക്കും ദ്രോഹം ചെയ്യുന്നില്ലെന്ന് നീ മാത്രമല്ലേ പറയുന്നുള്ളൂ. ബാക്കിയുള്ളവരാരും പറയുന്നില്ലല്ലോ. മഹി കാര്യങ്ങൾ തീരുമാനിച്ചിട്ട് എന്നെ അറിയിച്ചാൽ മതി. അല്ല, അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട് ഡോക്ടർ? ഡിറ്റോക്സിഫിക്കേഷൻ മെഡിസിൻ കൊടുത്തിട്ടുണ്ട്. ക്രിട്ടിക്കൽ സ്റ്റേജ് കഴിഞ്ഞൊന്നും പറയാറായിട്ടില്ല. എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ സ്വഭാവം മാറും. ഇത് ചെയ്തത് ആരായാലും അവരെ ഞാൻ വെറുതെ വിടില്ല. അവനമ്മയോട് സ്നേഹമുണ്ട്, അതുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞത്. ചിലർക്ക് പണ്ടുള്ളവര് പറയും പോലെ പെണ്ണ് കെട്ടിയ കണ്ണ് കെട്ടി എന്ന് പറയുന്ന അവസ്ഥയാ. സ്വന്തം മക്കളെക്കാൾ വളർത്തുമകനെ സ്നേഹിച്ചു വളർത്തിയ ഒരു അമ്മയാ മരണത്തോട് മല്ലിട്ട് അകത്ത് കിടക്കുന്ന. അപ്പോഴും അവൻ അവന്റെ ഭാര്യ പറയുന്നതാ വേദവാക്യം. ഗംഗേ, ഇപ്പൊ ഇറങ്ങണം നീ ഇവിടുന്ന്. വേണ്ട, എനിക്കൊന്നും കേക്കണ്ട. ഇനി നീ ഇവിടെ നിൽക്കരുത്. എനിക്കിതിൽ കൂടുതൽ മര്യാദയുടെ ഭാഷയിൽ പറയാനോ പെരുമാറാനോ അറിയില്ല. എന്റെ നിയന്ത്രണം നഷ്ടപ്പെടും മുമ്പ് എന്റെ മുമ്പിൽ നിന്ന് പൊയ്ക്കോ. ഞാനൊന്നും നിന്നോട് പോവാനാ പറഞ്ഞത്. ഓ, അവള് കണ്ണീരൊലിപ്പിക്കാൻ തുടങ്ങി. ഈ കണ്ണീര് കാണിച്ചല്ലേടി നീ പലരെയും മയക്കി വെച്ചിരിക്കുന്നെ. മഹിയേട്ടന് സത്യമെല്ലാം മനസ്സിലായി. ഇനി നിന്റെ കണ്ണീരും അഭിനയവും ഒന്നും നടക്കില്ല. മഹിയേട്ടൻ പറഞ്ഞത് കേട്ടില്ലേ? ഇറങ്ങിപ്പോടി. ഇനി നിന്നെ ഈ നാട്ടുകാരുടെ മുന്നിൽ വെച്ച് തള്ളി ഇറക്കി വിടണോ? വേണ്ട, ഞാൻ പോയിക്കോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ബിസിനസ്സോ? ബിസിനസ് ടൂറിനോ മറ്റോ ആണോ? അല്ല, മോള് 2 ദിവസമായിട്ട് ഞങ്ങളുടെ കൂടെ ആയിരുന്നു. എന്നാൽ ഒട്ടും വൈകണ്ട, ഉടനെ വിളിച്ചോളൂ. ഒരു അച്ഛനാവാൻ പോകുന്നുണ്ട്. ഡോക്ടർ. യെസ്, യു ആർ പ്രഗ്നന്റ്.
പ്രതീക്ഷിച്ചില്ല അല്ലേ? സ്വാതിയുടെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാ. പ്രഗ്നൻസി ടെസ്റ്റിൽ റിസൾട്ട് പോസിറ്റീവായിരുന്നു. സന്തോഷമായി ഡോക്ടർ. എന്താ സ്വാതിയുടെ മുഖത്തൊരു തെളിച്ചമില്ലാത്തത്? അതവർക്ക് ചില പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ലുക്ക് സ്വാതി, നമ്മൾ വേണമെന്ന് ആഗ്രഹിച്ചാൽ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം ഒരു കുഞ്ഞ്. അത് ദൈവം തരുന്നതാ. അതിനൊരു സമയമുണ്ട്. സന്തോഷത്തോടെ സ്വീകരിക്കുക. എന്താ, ഓക്കെ അല്ലേ? ഇപ്പോഴത്തെ ടെൻഷനൊക്കെ മാറിക്കോളും മാഡം. ഞങ്ങൾക്ക് ഇതിൽ കവിഞ്ഞ് ഒരു സന്തോഷവും ഇല്ല. ഇനി ഒരു 2 മാസം കഴിഞ്ഞ് വരണം. പിന്നെ നല്ല കെയറിങ് വേണം. ഞാനതൊന്നും പറഞ്ഞു തരണ്ടല്ലോ. എനിക്കറിയാം ഡോക്ടർ, ഞാനും ഒരു അമ്മയല്ലേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോളെ, പ്രഭേ, മനസ്സ് തുറന്ന് സന്തോഷിക്കേണ്ട ഈ സമയം നമുക്കതിന് കഴിയുന്നില്ലല്ലോ. എന്തുകൊണ്ട് സന്തോഷിച്ചൂടാ? അവര് തമ്മിൽ പിരിയാതിരിക്കാൻ ദൈവം ചേർത്ത ഇഴയാണ് ഈ കുഞ്ഞ്. എല്ലാം നല്ലതിനു വേണ്ടിയാ, നല്ലതിനു വേണ്ടി മാത്രം. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ ചേച്ചിയോട് പോയി എല്ലാം ഏറ്റു പറയാം. ഞാനായിട്ട് നിങ്ങളുടെ ജീവിതം ഒരിക്കലും തകർത്ത് കളയില്ല. ഓർമ്മപ്പിച്ചതിന്റെ പേരില് എന്റെ ഭാര്യ ചമഞ്ഞ് ജീവിച്ചവളല്ലേ നീ? നീ ചെന്ന് പറഞ്ഞ സ്വാതിക്ക് ഇപ്പോഴുള്ള സംശയം തീർന്നു കിട്ടും. പക്ഷെ അതോടെ എന്റെ മനസ്സിലെ നേരിയ പ്രതീക്ഷയില്ലാതാവും. നിങ്ങൾ തരുന്ന ഏത് ശിക്ഷയും ഞാൻ സ്വീകരിച്ചോളാം. കൊള്ളാം, നിനക്കതിൽ നിന്ന് രക്ഷപ്പെടാം. നിന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് സ്വാതി ആപത്തിലായപ്പോ രക്ഷിച്ചത് നീ. ചേച്ചിക്ക് വേണ്ടി മരിക്കാനും തയ്യാറെടുത്ത് നിൽക്കുന്നവൾ. അതെ, നീ ആഗ്രഹിച്ചാൽ നടക്കും. സ്വാതി നിന്നെ കുറ്റപ്പെടുത്തില്ല. പറയാൻ ഒരുപാടുണ്ടല്ലോ നിനക്ക്. ചേച്ചിക്ക് വേണ്ടി ശയന പ്രദർശനം മുതൽ അഖണ്ഡ ജ്യോതി വരെ അങ്ങനെ നീണ്ടു കിടക്കല്ലേ? എന്റെ കാര്യോ, നിന്റെ ഭർത്താവിനെ അവൾ അന്വേഷിച്ച് നടക്കുമ്പോ ചതിയനെ പോലെ ഞാൻ നിന്നു. സത്യസന്ധനായിട്ട് ചമഞ്ഞു നിന്ന് ഞാൻ അവൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് പല വിധത്തിൽ ശ്രമിച്ചു. അമ്മുവിന്റെ ഭർത്താവിനെ കണ്ടെത്തുന്നതില് എനിക്ക് താല്പര്യം ഇല്ലാന്ന് വരെ അവൾ എന്റെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തി. ഞാൻ സഹകരിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോ അവൾ എന്നോട് അതേപ്പറ്റി പറയാതെ സ്വന്തം വഴിക്കായി അന്വേഷണം. ഒരു വഞ്ചകനെ പോലെ എനിക്ക് അവളുടെ മുമ്പിൽ നിൽക്കേണ്ടി വന്നു. ഇപ്പൊ നീ ചെന്ന് അവൾക്ക് മുമ്പിൽ കുമ്പസരിച്ച നിനക്ക് പാപമോക്ഷം കിട്ടും. എനിക്കോ? എനിക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം
ഡിവോഴ്സ് നോട്ടീസ് ആവും. അപ്പോഴേ നിനക്ക് തൃപ്തിയാവും. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. പിന്നെ ഞാൻ എങ്ങനെ പറയണം? എന്റെ ഉള്ള സമാധാനം കെടുത്തതേ ഇവിടെ നിന്ന് പോയി തരാവോ? സഞ്ജു, നീ ഇത്രയും പരുഷ വാക്കുകൾ അവളോട് പറയാൻ പാടില്ലായിരുന്നു. നീ അവളെ രക്ഷിച്ചു എന്നത് ശരിയാ, പക്ഷെ എന്ത് തെറ്റാ അവൾ നിന്നോട് ചെയ്തത്? ഒരെണ്ണമെങ്കിലും നിനക്ക് പറഞ്ഞു തരാവോ? അവളുടെ കൈയും കാലും കെട്ടി ഈ വീട്ടിലിട്ടത് നീയാ. നിനക്ക് വേണമെങ്കിൽ അമ്മന് എന്തെങ്കിലും ജോലി വാങ്ങിക്കൊടുത്ത് ഈ നാട്ടിൽ നിന്ന് തന്നെ മാറ്റി നിർത്താമായിരുന്നു. നീ അത് ചെയ്തോ? അവൾ സ്വയം ഇറങ്ങി തിരിച്ച് ഒരു ജോലി കണ്ടെത്തി മൂന്നാറിലേക്ക് പോയപ്പോ അവളെ നീ പിടിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നു. മനയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോയപ്പോ അവിടെ വിലങ്ങ് തെടിയായി നീ ചെന്നു. എന്നിട്ടും പഴി അവൾക്ക്. ആദ്യം താലി കെട്ടിയ പെണ്ണിനെ ഭാര്യയ്ക്കൊപ്പം ഒരു വീട്ടിൽ താമസിപ്പിച്ചാൽ ഇങ്ങനൊരു അപകടം വരുമെന്ന കാര്യം നീ എന്താ അറിയാതെ പോയത്? മനസ്സിന്റെ നിയന്ത്രണം കൈവിട്ടു പോയപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. എല്ലാം എനിക്ക് അറിയാൻ പറ്റി. തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാ തെറ്റുകാരൻ. അവളെ കുറ്റപ്പെടുത്തിട്ട് ഒരു കാര്യമില്ല. നീ വന്ന് ഭക്ഷണം കഴിക്ക. അപ്പച്ചനെ നിർബന്ധിക്കരുത് പ്ലീസ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതിയുടെ ആയുസിന് ഇനി ഒരാപത്തും വരാൻ പാടില്ല. അതിനുവേണ്ടി ഒരു ആയുർ ഹോമം നടത്തണം. തീരുമാനിച്ചിട്ട് കുറച്ചു ദിവസമായി മോനെ. തിരുമേനിയെ കണ്ട് കാര്യം പറഞ്ഞപ്പോ തിരുമേനി വിശദമായിട്ട് അതൊന്ന് ഗണിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് ഈ പൂജ നടത്തിയേ തീരൂന്ന്. അല്ല, അങ്ങനെ തിരുമേനി പറയുമ്പോ നമ്മളായിട്ട് എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ച് പൂജ നടത്താമെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. പാർവതി, കണ്ടോ അമ്മയ്ക്ക് നിന്നോടുള്ള സ്നേഹം? നമ്മളോട് ആരോടും പറയാതെ അമ്മ കണ്ടറിഞ്ഞ് നിനക്ക് വേണ്ടി പൂജ നടത്താൻ പോവാ. ഇതേതായാലും വലിയ സസ്പെൻസ് ആയിപ്പോയി. ഞങ്ങളോട് ആരോടും ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല സുശീലേ. ഇത്രയൊക്കെ അറേഞ്ച് ചെയ്യാൻ അമ്മയ്ക്ക് സമയം ഉണ്ടായിരുന്നല്ലോ. അതിനിടയില് ഇവിടെ ഉള്ളവരോടൊന്നും പറയാൻ പാടില്ലായിരുന്നോ? എന്റെ ഗാർഗെ, ഞാനതങ്ങ് വിട്ടുപോയി. അതെ, ഇനി ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ പറയാതിരുന്നതിന് ഞാൻ എല്ലാരോടും ക്ഷമ ചോദിക്കുന്നു. പോരെ? ആ മോളെ, നീ പോയി കുളിച്ച് ശുദ്ധിയായിട്ട് വസ്ത്രം മാറി വരൂ. എടാ, നീയും പോയി കുളിച്ചിട്ട് വരൂ. ഇതിലെന്തോ ചതിയുണ്ട്, അത് ഉറപ്പാണ്. അല്ലമ്മേ, തീപിടുത്തം നടന്നിട്ട് കുറച്ചു ദിവസമായില്ലേ? അന്നെന്താ ഈ പൂജ നടത്താതിരുന്നേ? അന്ന് ഈ പൂജ നടത്താതെ ഇപ്പൊ നടത്തുന്നതിൽ കാര്യമുണ്ടോ? എന്റെ മോളെ, ഇത്തിരി വൈകിട്ടായാലും ഇത് നടത്തുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി നാളും ദിവസം ഒന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഈ തിരുമേനി അങ്ങനെ തന്നെയാ പറഞ്ഞത്. തിരുമേനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ, നിങ്ങൾ പോയി ശുദ്ധിയായിട്ട് വരൂ. ശരിയമ്മേ, നമുക്ക് പോയി റെഡിയായിട്ട് വരാം. പാർവതി, വാ. ആ, ഒന്ന് നിന്നേ.
അതെ, ഈ കലശങ്ങൾ പൂജിച്ചു തീർന്ന് നാളെ രാവിലെ മറുക്രിയ ചെയ്യും വരെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്ന് എങ്ങോട്ടും പോകാൻ പാടില്ല. എന്നാലേ ഈ പൂജയുടെ ഫലം അനുഭവപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇതിനിടയിൽ പ്രോഗ്രാംസ് എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിളിച്ചങ്ങ് ക്യാൻസൽ ചെയ്തേക്ക് കേട്ടോ. ശരിയമ്മേ, അതൊക്കെ മാറ്റി വെച്ചേക്കാം. ആ, എന്നാ മോനെ വേഗം റെഡി ആയിട്ട് വരൂ. ശരിയമ്മേ, ചെല്ല്. വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായാലും നിന്നോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ടാ അമ്മ ഈ പൂജ നടത്തുന്നത്. അതെ അതെ, എന്നോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ട് തന്നെയാ പ്രഭാവതി അമ്മ ആ പൂജ നടത്തുന്നത്. എന്റെ കാര്യത്തിൽ അമ്മ വളരെ ശ്രദ്ധാലുവാണ്. അതെന്താ പാർവതി, നീ എന്തോ അർത്ഥം വെച്ച് സംസാരിക്കുന്ന പോലെ? ഒന്നുമില്ല. അത് വെറുതെ എന്തോ ഉണ്ട്. എന്താ കാര്യം? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? നീ പോയി പൂജയിൽ പങ്കെടുക്കാൻ നോക്ക്, ഞാൻ വരാം. പാർവതി, നിന്നെ ഞാൻ ആദ്യമായിട്ടല്ലല്ലോ കാണുന്നത്. നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. അതെന്നോട് പറയാൻ പറ്റുന്നാണെങ്കി പറയും. അല്ല, പറയാൻ ബുദ്ധിമുട്ടാണെങ്കി നീ പറയണ്ട. നിന്നോട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ഗാർഗി, ഈ പൂജ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പ്രഭാവതി അമ്മ നടത്തുന്നതെന്നാണോ നീ കരുതുന്നേ? ആ, അങ്ങനെയാണെന്നാണല്ലോ അമ്മ പറഞ്ഞേ. ഇത് നിന്റെയും ബ്രോയുടെയും ആയുസ് സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പൂജയല്ലേ? അല്ല ഗാർഗി, ഈ പൂജയ്ക്ക് പിന്നിൽ അമ്മയ്ക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്. മറ്റൊരു ലക്ഷ്യം? എന്ത് ലക്ഷ്യം? അതൊക്കെ പിന്നീട് ഞാൻ വിശദമായിട്ട് നിന്നോട് പറയാം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? പാർവതി, നീ ഇങ്ങനെ സസ്പെൻസ് ഇടാതെ കാര്യം എന്താന്ന് വെച്ചാ പറയും. ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. പറയാം. അതിനു മുമ്പ് നീ എനിക്കൊരു സഹായം ചെയ്യൂ. ഞാനെന്ത് സഹായം ചെയ്യണ്ടേ? നീ പറ. നീ പറയുന്നത് എന്ത് ഞാൻ ചെയ്യും. എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും നിനക്ക് വേണ്ടി ഞാനത് ചെയ്തിരിക്കും. ഗാർഗിയും ഇതത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. നീ ഒരിടം വരെ ചെല്ലണം. അവിടെ ചെന്ന് ഞാൻ പറയുന്ന ആളിനെ കാണണം. എന്നിട്ട് നമ്മൾ ആവശ്യപ്പെട്ട അദ്ദേഹത്തിന് ഒന്ന് ഇവിടെ വരെ വരാൻ പറ്റുമെന്ന് നീ ഒന്ന് ചോദിക്കണം. ആരാ അദ്ദേഹം? നീ എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയൂ. എന്താ, നീ പോയി അദ്ദേഹത്തെ കാണില്ലേ? തീർച്ചയായും ഞാൻ പോവാം. പിന്നെ ഒരു കാര്യം നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്നും പ്രഭാവതി അമ്മ അറിയാതെ വേണം നീ ചെയ്യേണ്ടത്. അത് ഞാൻ ഏറ്റു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത് മറ്റൊരു അസുഖമല്ല. ശ്യാമ കഴിച്ച ഫുഡിലൂടെ പോയിസൺ ഉള്ളിൽ ചെന്നു. പോയിസണോ? കഴിച്ച ഫുഡിലൂടെയോ?
അങ്ങനെ വരാൻ വഴിയില്ല ഡോക്ടർ. ശ്യാമ പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ടില്ല. വീട്ടിൽ നിന്ന് ഓട്സ് കഴിച്ചതാ. അതാ ഞാൻ പറഞ്ഞത്, കഴിച്ച ഓട്സിലൂടെ തന്നെയാ വിഷം ഉള്ളിൽ ചെന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ആ ഭക്ഷണം കഴിച്ചതെങ്കിൽ വിഷം എങ്ങനെയാ ഏത് രീതിയിലാ ഉള്ളിൽ ചെന്നതെന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അമ്മയാ ശ്യാമയ്ക്ക് ഓട്സ് കൊടുത്ത. അങ്ങനെ വരാൻ വഴിയില്ല. അതെനിക്കറിയില്ല, ഇത് പോലീസിൽ അറിയിക്കേണ്ട കേസാ. എങ്ങനെ ഞാൻ അന്ന് വെള്ളം പോലും വേറെ കുടിച്ചിട്ടില്ല. ഓട്സ് അമ്മ തന്നതാ, അത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ. പക്ഷെ അതിലിങ്ങനെ വിഷം വരിക എന്നൊക്കെ പറഞ്ഞ ആലോചിക്കാൻ ഒന്നുമില്ല. അമ്മ തന്ന ഫുഡല്ലേ, അപ്പോ അതില് വിഷം അമ്മ തന്നെ മനഃപൂർവ്വം ഇട്ടതാ. ഇപ്പൊ മനസ്സിലായില്ലേ, എല്ലാം അമ്മ ചെയ്തതാ. അങ്ങനെയൊന്നും അമ്മ ചെയ്യില്ല. ഒരിക്കലും എന്റെ അമ്മ അങ്ങനെ ഇല്ല. അമ്മ അങ്ങനെ ചെയ്യില്ല. വേറെ എങ്ങനെങ്കിലും വിഷം ഉള്ളിൽ ചെന്നായിരിക്കും. ആര് പറഞ്ഞു? ഇത് അമ്മ കൊടുത്ത ഓട്സിൽ തന്നെയാ. റിസൾട്ട് കള്ളം പറയില്ലല്ലോ. ആലോചിക്ക്, മൂന്നാളും ശരിക്കും ആലോചിക്ക്. അമ്മയാണെന്നൊന്നും നോക്കണ്ട, എന്നിട്ട് വേണ്ടത് ചെയ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഓർക്കുമ്പോ സഹിക്കുന്നില്ല അഖി. ഒരിക്കലും ഈ ക്രൂരതയ്ക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല. അത് എന്റെ സ്വന്തം അമ്മയാണെങ്കിലും ഞാൻ കൂട്ടുനിൽക്കില്ല. എന്റെ പൊന്നഖി, ഞാൻ നിന്നെ വിശ്വസിച്ച ഇത്രയും പറഞ്ഞത്. ഇതൊക്കെ ഞാനാ പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ ഒറ്റ കൊടുക്കരുത്. ഐശ്വര്യ അടുത്ത് അത് പേടിക്കണ്ട. എന്നാലും എന്റെ അമ്മ, എന്റെ കുഞ്ഞിന് ഇത്ര ക്രൂരത അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നോ ഈശ്വര? ഇത് എങ്ങനെ ഒരു മോൻ സഹിക്കുക? ഇല്ല ഇല്ല, ഇതിന് ഇന്നൊരു തീർപ്പ് ഞാൻ ഉണ്ടാക്കും. അമ്മ മോൻ ബന്ധം ഇന്നത്തോടെ അവസാനിക്കണം.
അഖിയുടെ ദേഷ്യം കണ്ടാലറിയാം. ഇന്ന് ആനന്ദ നിലയത്തിൽ ഒരു ഭൂകമ്പം നടക്കും. പതുക്കെ. ക്ഷമ, സൂക്ഷിച്ച്. പേടിക്കണ്ട, ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. മോളെ, നല്ല ക്ഷീണമുണ്ട്. മോള് അകത്ത് നിന്ന് കുറച്ചു നേരം കിടക്ക്. ചെല്ല്. മോള് പോയി കിടന്നു. അമ്മ നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടുവരാം. ജ്യൂസ് എന്തിനാ? ഇനി ശ്യാമയുടെ ബാക്കിയുള്ള ജീവനും കൂടി ഇങ്ങ് എടുക്കാനാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പെയിൻ കില്ലറാ, കഴിക്ക്. വേദന തൽക്കാലം കുറയും. എന്നെ ദഹിപ്പിക്കാനുള്ള നോട്ടൊന്നും നോക്കണ്ട. ഞാനൊന്നും ചെയ്തൊന്നുമല്ലല്ലോ. തന്നെ പോയി ചാടി കൊടുത്തല്ലേ. മതിയടി കളിയാക്കിയത്. ഞാൻ കളിയാക്കിയതൊന്നും അല്ല, കാര്യം പറഞ്ഞതാ. എന്നോടുള്ള ദേഷ്യമൊന്നും ഗുളികയോട് കാണിക്കണ്ട. വേദന മാറാൻ ഇത് ഉപകരിക്കും. അടിമയോ വേലക്കാരിയോ തരുന്നു എന്ന് കരുതിയാ മതി. അഭിമാന ഗോപുരമൊന്നും തകർന്ന് വീഴില്ല. എനിക്കൊരു ഗുളികയും വേണ്ട. നിങ്ങൾക്കേ ദൈവം തന്ന ഗുളികയുടെ വേദന മാറാനാ ഈ ഗുളിക. വേദന ടപ്പേന്ന് മാറും. മസില് പിടിച്ചിരിക്കാതെ ഇത് കഴിക്കും മാഷേ. അറിയാത്ത പിള്ള ചൊറിയുമ്പോ അറിയും. ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമെന്ന് എന്റെ അമ്മ മുൻകൂട്ടി കണ്ടതാ. അത് പറഞ്ഞപ്പോ എന്തെല്ലാം കളിയാക്കലായിരുന്നു എന്നോട്. ഇപ്പൊ അനുഭവം കിട്ടിയപ്പോ പഠിച്ചോ? പല്ലി ചിലക്കുന്ന പോലെ നിന്ന് ചിലക്കാതെ ഇറങ്ങി പൊടി. ഞാൻ പോവാം. നിങ്ങക്ക് തന്നെ നടക്കാൻ പോലുള്ള ത്രാണിയില്ലല്ലോ എന്ന് കരുതി പറഞ്ഞു പോയതാ. ഞാനും എന്റെ അമ്മയൊക്കെ നിങ്ങൾക്കിപ്പോ ശത്രുവാണല്ലോ. അതെ, നിങ്ങൾക്കിപ്പോ കഷ്ടകാല സമയോ, കണ്ടക ശനിയാ. കണ്ടകൻ വന്നാലേ കൊണ്ടേ പോവുന്നാ കേട്ടിട്ടുള്ളത്. പിന്നെ നീ നിന്റെ അമ്മയല്ലേ മനുഷ്യരുടെ ആയുസിന്റെ പുസ്തകം എഴുതിയിരിക്കുന്നത്. എന്റെ കൈ നിന്റെ കരണത്തെ പതിക്കണ്ടെങ്കിൽ ഇറങ്ങിപ്പൊടി. ഈ അവസ്ഥയില് എന്നെ ACPക്ക് തല്ലണമെങ്കിലേ
ACP പൊക്കിയെടുക്കാൻ വേണ്ടി ക്രെയിൻ സർവീസുകാരെ വിളിക്കണം. ചാടി എഴുന്നേറ്റാലേ മൂക്കും കുത്തി വീഴും. ആ, വല്ല ചായയോ മറ്റോ വേണമെങ്കിൽ വിളിച്ചാ മതി, ഞാൻ പുറത്തു കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ ഉറങ്ങിയില്ലേ? കാർത്തിമോനോർത്ത് ഒരു സമാധാനമില്ല, അതുകൊണ്ട് ഉറക്കം വന്നില്ല. അവന്റെ കാര്യത്തില് എല്ലാവർക്കും ദുഃഖമുണ്ട്. അവള് വഞ്ചിച്ചിട്ട് പോയി. നേരിടുന്ന അപമാനം ചെറുതല്ല. അതിന് സ്വീകരിക്കേണ്ട മാർഗവും ഇതല്ലല്ലോ. മീനാക്ഷി അവന് മുറപ്പെണ്ണാണ്. മൈഥിലിയുമായി വിവാഹമോചനം നടത്തിയിട്ട് അവളെ അവന് കല്യാണം ആലോചിക്കാമായിരുന്നു എന്ന് മാത്രം ഞാൻ പറഞ്ഞുള്ളൂ. കല്യാണം കഴിക്കണമെങ്കിൽ നമ്മളാരും ഇഷ്ടപ്പെട്ടാൽ പോരാ, മീനാക്ഷിക്ക് ഇഷ്ടപ്പെടണം. പെണ്ണിന്റെ ഇഷ്ടം നോക്കാതെ ഞാൻ കല്യാണം കഴിച്ച അന്ധകാരകാലം കഴിഞ്ഞുപോയി. അതൊക്കെ 18-ാം നൂറ്റാണ്ടില. ഒരു കുടുംബജീവിതം എന്ന് വെച്ചാൽ ഈക്വൽ പാർട്ണർഷിപ്പാണ്. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബഹുമാനിക്കണം, പരസ്പരം അംഗീകരിക്കണം, സ്നേഹിക്കണം. അത്തരം മനോഹരമായൊരു കുടുംബജീവിതം തകർത്തവനാ ഞാൻ. അതോടെ ഞാനും തകർന്നു. എനിക്ക് സമാധാനമേ ഇല്ല. എന്തിനി ജീവിക്കുന്നു വരെ തോന്നിപ്പോവുക. ആത്മഹത്യ അപമാനമാണ്. ഏറ്റ അപമാനങ്ങൾക്കെല്ലാം അപ്പുറമാണ്. അറിയാവുന്നവർ പരിഹസിക്കും, തന്നെയുമല്ല അതിനുള്ള ധൈര്യമൊന്നുമില്ല. ഞാൻ എന്തു പറഞ്ഞ ജേട്ടനെ ആശ്വസിപ്പിക്കുക? അമ്മ അറിഞ്ഞ തന്നെയുമല്ല, എനിക്കിപ്പോ ജേട്ടനൊരു അന്യന. ദേവി, ഞാൻ പോയിക്കോട്ടെ ചേട്ടാ. രാത്രിയായി. നമ്മള് രണ്ടുപേരും മാത്രം ഇങ്ങനെ നിൽക്കുന്നതില് എന്തായാലും ഒരു ശരികേടുണ്ട്. എന്ത് ശരികേട്? എന്താ ദേവി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റും ചേട്ടാ? ദേവി, നിന്നെ ഞാൻ വേദനിപ്പിച്ചതിനും കരയിപ്പിച്ചതിനും ദൂരെ നിന്നെങ്കിലും മാപ്പ് പറയാനും പ്രായശ്ചിത്തം ചെയ്യാനും നീ എനിക്കൊരു അവസരം പോലും തരുന്നില്ലല്ലോ. അതെങ്കിലും മതിയായിരുന്നു. അതുപോലും നീ എനിക്ക് നിഷേധിക്കുകയാണല്ലോ ദേവി. എന്താ ചേട്ടാ ഇത്? എനിക്ക് ചേട്ടനോട് ദേഷ്യം വെറുപ്പൊക്കെ ഉണ്ടെങ്കിലല്ലേ അതിനൊക്കെ പ്രസക്തിയുള്ളൂ. എനിക്ക് ചേട്ടനോട് ഒരു പരിഭവവും ഇല്ല ദേവി. പക്ഷേ കാലത്തിന്റെ നീതി നിയമവും നമ്മൾ അനുസരിച്ചല്ലേ പറ്റൂ. ഞാൻ എന്റെ മകളായി ഏറ്റെടുത്ത എന്റെ മീനാക്ഷിയുടെ അച്ഛൻ എന്നതിലപ്പുറം യാതൊന്നും ഇപ്പൊ ചേട്ടനോട് എന്റെ മനസ്സിലില്ല. കൊട്ടിയടച്ച വാതിലുകളിൽ തിരികെ തട്ടാൻ പാടില്ല. കാരണം ഒരിക്കൽ പടിയിറക്കി വിട്ടതാ നമ്മുടെ മനസ്സിനെ. മനസ്സ് പലതും അംഗീകരിച്ചു എന്ന് വരില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.